എന്തിനെന്നറിയാതെ കാരാഗ്രഹത്തിൻ്റെ ഇരുൾമൂലകളിലേക്ക് ആ ചെറുപ്പക്കാരൻ തള്ളപ്പെടുമ്പോൾ അവൾക്ക് 6 മാസമായിരുന്നു പ്രായം. പിന്നീട് അങ്ങോട്ട് ഉപ്പയില്ലാത്ത ലോകത്തിലേക്ക് അവൾ അടിവെച്ച് നടന്നു. കുത്തുവാക്കുകളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങി അവൾ വളർന്നു. പലപ്പോഴും വീഡിയോ കോളിൽ തെളിച്ചമില്ലാതെ കാണുന്ന ചിത്രമായി അവളുടെ ഉപ്പ, അവളുടെ ആദ്യ സ്കൂൾ ദിനം, അവളുടെ പിറന്നാളുകൾ, അവളുടെ നേട്ടങ്ങൾ, അവൾ വലിയ കുട്ടിയായത്. അങ്ങനെ ഉപ്പയുടെ താങ്ങില്ലാതെ തണലില്ലാതെ അവളുടെ 19 വർഷങ്ങൾ കടന്നുപോയി. ഇപ്പോഴിതാ അന്നത്തെ 26-കാരിൽ നിന്ന് 45-ലേക്ക് എത്തി നിൽക്കുമ്പോൾ അയാൾ ജയിൽ മോചിതനായിരിക്കുന്നു. ഡോക്ടർ തൻവീർ അൻസാരി. ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്, അല്ലെങ്കിൽ ഇവർ ചെയ്ത തെറ്റെന്തെന്ന് തിരിച്ചറിയാൻ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് കഴിയാതെ പോയിരിക്കുന്നു. കുറ്റം ചെയ്തുവെന്ന് വിശ്വസിക്കാൻ പ്രയാസമെന്ന് ചൂണ്ടിക്കാട്ടി ബോംബെ ഹൈക്കോടതി അവരെ, അതായത് 12 മനുഷ്യരെ കുറ്റവിമുക്തരാക്കി മോചിപ്പിച്ചിരിക്കുന്നു. അവരെല്ലാം നിരപരാധികളാണെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. വറ്റിവരേണ്ട കണ്ണിലൂറി വരുന്ന നേർത്ത കണ്ണീർപ്പാടകൾ തുടച്ചുമാറ്റി അവരുടെ ബന്ധുക്കൾ പറയുന്നു. തൻവീറിനെ 2006-ൽ ATS പിടികൂടുമ്പോൾ അവൻ്റെ മകൾക്ക് 6 മാസമായിരുന്നു പ്രായം. സഹോദരൻ മക്സൂദ് പറയുന്നു. യുനാനി മെഡിസിൻ പൂർത്തിയാക്കി ജോലി ചെയ്യുകയായിരുന്നു അന്ന് തൻവീർ. അവൻ ക്ലിനിക്കിലുള്ളപ്പോഴായിരുന്നു അറസ്റ്റ്, യാതൊരു തെളിവുമില്ലാതെ. 2 ദിവസത്തിനു ശേഷമാണ് ഞങ്ങളെ വിവരം പോലും അറിയിച്ചത്. ഞങ്ങളുടെ ഉപ്പ അവനെ കാണാൻ പോയി. ക്രൂരമായ മർദ്ദിക്കപ്പെട്ടിരുന്നു അന്നവൻ. അത് കണ്ട് ഉപ്പ ആകെ തകർന്നു. 2 വർഷം കഴിഞ്ഞ് അവൻ്റെ ഉമ്മ മരിച്ചുപോയി. ഉമ്മയെ അവസാനമായി കാണാൻ വെറും 2 മണിക്കൂർ സമയം മാത്രമാണ് അവന് അന്ന് പോലീസ് അനുവദിച്ചത്. ഞങ്ങൾ നീതിക്കായുള്ള പോരാട്ടം തുടർന്നു. ഞങ്ങൾക്കറിയാമായിരുന്നു അവനും ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ട മറ്റുള്ളവരും നിരപരാധികളാണെന്ന് മക്സൂദ് കൂട്ടിച്ചേർക്കുന്നു. തൻവീറിൻ്റെ തിരിച്ചുവരവിനായി കാത്തിരുന്ന് 2018-ൽ അവരുടെ ഉപ്പയും മരണപ്പെട്ടു. ഉപ്പാക്കൊരു സർജറി ആവശ്യമായിരുന്നു. എന്നാൽ തൻവീറിന് പരോൾ അനുവദിച്ചില്ല. അവൻ്റെ മകൾ അവനെ കാണാതെയാണ് വളർന്നത്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ വർഷങ്ങൾ മുഴുവൻ കേസിൽ ശിക്ഷിക്കപ്പെട്ടവരുടെ കുടുംബങ്ങൾ പരസ്പരം തണലായിരുന്നുവെന്നും അദ്ദേഹം ഓർത്തെടുക്കുന്നു. 3 ആഴ്ച മുമ്പ് കേസിലെ മറ്റൊരു പ്രതിയായിരുന്ന സാജിദ് അൻസാരിക്ക് പരോൾ ലഭിച്ചിരുന്നു. ഭാര്യയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് പരോൾ അനുവദിച്ചത്. ഈ മോചനം തീർത്തും അപ്രതീക്ഷിതമായിരുന്നുവെന്ന് സാജിദ് പറയുന്നു. തിങ്കളാഴ്ച മുംബൈയിലെ മീര റോഡിലുള്ള തൻ്റെ വീട്ടിൽ വെച്ച് ബോംബെ ഹൈക്കോടതി നടപടികൾ ഓൺലൈനായി വീക്ഷിക്കുമ്പോൾ തന്നെ നാസിക് സെൻട്രൽ ജയിലിലേക്ക് തിരിച്ചയക്കുമെന്നാണ് അദ്ദേഹം കരുതിയിരുന്നത്. എന്നെയും മറ്റു 11 പേരെയും കോടതി കുറ്റവിമുക്തരാക്കി. ഇത് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ പെട്ടെന്ന് സ്വതന്ത്ര മനുഷ്യനായി. വിശ്വസിക്കാനാവാതെ ആ മനുഷ്യൻ പറഞ്ഞ വാക്ക് ഇപ്രകാരമായിരുന്നു. 2006-ൽ അറസ്റ്റിലാകുമ്പോൾ 29 വയസ്സായിരുന്നു സാജിദ് അൻസാരിക്ക് ഉണ്ടായിരുന്നത്. മീര റോഡിൽ മൊബൈൽ റിപ്പയറിംഗ് സ്റ്റോറും മൊബൈൽ റിപ്പയറിങ്ങും കമ്പ്യൂട്ടർ നെറ്റ്വർക്കും പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനവും നടത്തി വരികയായിരുന്നു. നിരോധിത ഗ്രൂപ്പായ സ്റ്റുഡൻറ് ഇസ്ലാമിക് മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യയുമായി ബന്ധമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി അക്കാലത്ത് അദ്ദേഹത്തിനെതിരെ 2 കേസുകളും ഉണ്ടായിരുന്നു. എന്തെങ്കിലും വർഗീയ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ പോലീസ് പിടികൂടുകയും കുറച്ച് ദിവസം അനധികൃതമായി തടങ്കലിൽ വയ്ക്കുകയും ചെയ്യാറുണ്ടായിരുന്നെന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ മോചിപ്പിക്കുകയും ചെയ്യും. എന്നാൽ ഇത്തവണ കേസ് 19 വർഷം നീണ്ടു. 2006 ജൂലൈ 11-ൽ സബർബൻ ട്രെയിനിലുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ 189 പേർ കൊല്ലപ്പെടുകയും 824 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഉടൻ തന്നെ അൻസാരിയെ കസ്റ്റഡിയിലെടുത്തു. കസ്റ്റഡിയിൽ നിന്ന് പിന്നീട് ഒരിക്കലും വിട്ടയച്ചില്ല. ബോംബുകൾക്കായി ടൈമറുകൾ വാങ്ങിയതിനും സ്ഫോടക വസ്തുക്കൾ യോജിപ്പിച്ചതിനും 2 പാകിസ്ഥാനികളെ വീട്ടിൽ പാർപ്പിച്ചു എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് അദ്ദേഹത്തിനെതിരെ അന്ന് കേസെടുത്തത്. അദ്ദേഹത്തിൻ്റെ കുടുംബമാകെ ഇതോടെ തകർന്നു. ആ സമയത്ത് അൻസാരിയുടെ ഭാര്യ ഗർഭിണിയായിരുന്നു. 3 മാസത്തിനു ശേഷം അയാളുടെ മകൾ പിറന്നപ്പോൾ അവളെ ഏറ്റുവാങ്ങാൻ അന്ന് സാജിദ് ഉണ്ടായിരുന്നില്ല. പിന്നീട് വല്ലപ്പോഴും കോടതി മുറിയിലെ വീഡിയോ കോളിലൂടെയാണ് അൻസാരി മകളെ കണ്ടത്. ഇപ്പോൾ അൻസാരിയുടെ മകൾക്ക് 19 വയസ്സുണ്ട്. ഡിഗ്രി വിദ്യാർത്ഥിനിയാണ്. 2015-ൽ പ്രത്യേക കോടതി അൻസാരിക്കും മറ്റ് 6 പേർക്കും ജീവപര്യന്തം ശിക്ഷയാണ് വിധിച്ചിരുന്നത്. മറ്റ് 5 പേർക്ക് വധശിക്ഷയും വിധിച്ചു. ബീഹാർ സ്വദേശിയായ കമാൽ അൻസാരി 2021-ൽ നാഗ്പൂർ സെൻട്രൽ ജയിലിൽ വെച്ച് കോവിഡ് ബാധിച്ചു മരിച്ചു. മകനായ അബ്ദുള്ള അൻസാരിക്ക് 6 വയസ്സുള്ളപ്പോഴാണ് പോലീസ് കമാലിനെ പിടിച്ചുകൊണ്ടുപോയത്. 2017-ലാണ് കമാൽ അൻസാരിയെ മകൻ അവസാനമായി കണ്ടത്. കമാൽ അൻസാരി മരിച്ചതിന് ശേഷവും അദ്ദേഹം നിരപരാധിയാണെന്ന് തെളിയിക്കാൻ ഭാര്യ കേസുമായി മുന്നോട്ട് തന്നെ പോയി. 2006-ൽ 189 പേരുടെ മരണത്തിനിടയാക്കിയ മുംബൈ ട്രെയിൻ സ്ഫോടന പരമ്പര കേസിൽ വിചാരണ കോടതി ശിക്ഷിച്ച മുഴുവൻ പ്രതികളെയും കുറ്റവിമുക്തരാക്കി കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി വിധി പ്രസ്താവിച്ചത്. 2015-ൽ പ്രത്യേക മക്കോക്ക, അതായത് സംഘടിത കുറ്റകൃത്യങ്ങൾ വിചാരണ ചെയ്യുന്ന കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ
5 പ്രതികൾക്ക് വധശിക്ഷയും 7 പേർക്ക് ജീവപര്യന്തം തടവും വിധിച്ച ഉത്തരവാണ് ഹൈക്കോടതി ഇപ്പോൾ റദ്ദാക്കിയത്. പ്രതികൾക്കെതിരെ കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ ദയനീയമായി പരാജയപ്പെട്ടതായി ജസ്റ്റിസ് അനിൽ കിലോർ, ജസ്റ്റിസ് ശ്യാം ചന്ദക് എന്നിവരുൾപ്പെട്ട ബെഞ്ച് വ്യക്തമാക്കി. പ്രത്യേക വിചാരണ കോടതി വിധി റദ്ദാക്കിയ ഹൈക്കോടതി മറ്റു കേസുകളില്ലെങ്കിൽ പ്രതികളെ ജയിൽ മോചിതരാക്കാൻ ഉത്തരവിടുകയും ചെയ്തു. പ്രതികൾ കുറ്റം ചെയ്തുവെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണെന്ന് ഇരു ജഡ്ജിമാരും പറഞ്ഞു. പ്രോസിക്യൂഷന് സംശയാതീതമായി കേസ് തെളിയിക്കാനായില്ല. അന്വേഷണ സംഘം കണ്ടെത്തിയ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും ഭൂപടങ്ങളും ട്രെയിനുകളിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ടതാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്ഫോടനത്തിൽ ഉപയോഗിച്ച ബോംബുകൾ ഏതാണെന്ന് കണ്ടെത്തിയിട്ടില്ലെന്നും കോടതി വ്യക്തമാക്കി. കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ഫൈസൽ ഷെയ്ഖ്, ആസിഫ് ഖാൻ, കമാൽ അൻസാരി, എസ്റ്റോഷം സിദ്ദീഖി, നവീൻ ഖാൻ എന്നിവർക്ക് വധശിക്ഷയും മുഹമ്മദ് സാജിദ് അൻസാരി, മുഹമ്മദ് അലി, ഡോക്ടർ തൻവീർ അൻസാരി, മാജിദ് ഷാഫി, മുസമ്മിൽ ഷെയ്ഖ്, സൊഹൈൽ ഷെയ്ഖ്, സമാർ ഷെയ്ഖ് എന്നിവർക്ക് ജീവപര്യന്തം തടവുമാണ് വിചാരണ കോടതി വിധിച്ചത്. 9 വർഷത്തെ ജയിൽവാസത്തിനു ശേഷം കുറ്റക്കാരനെന്ന് കണ്ടെത്തി വാഹിദ് ഷെയ്ഖ് എന്നയാളെ കോടതി നേരത്തെ വെറുതെ വിട്ടിരുന്നു. 2006 ജൂലൈ 11 വൈകിട്ട് 6:24 ശേഷം 11 മിനിറ്റുകളിലായാണ് മുംബൈയിലെ വിവിധ ലോക്കൽ ട്രെയിനുകളിൽ സ്ഫോടന പരമ്പരയുണ്ടായത്. വൈകുന്നേരം ഏറ്റവും തിരക്കേറിയ സമയത്താണ് ചർച്ച് ഗേറ്റ്, മാട്ടുങ്ക റോഡ്, മാഹിം ജംഗ്ഷൻ, ബാന്ദ്ര റോഡ്, യോഗേശ്വരി, ബയാന്തർ, ബോറിവാലി എന്നീ സ്റ്റേഷനുകൾക്ക് സമീപത്ത് സ്ഫോടനമുണ്ടായത്. 6 മലയാളികൾ ഉൾപ്പെടെ 189 പേർ കൊല്ലപ്പെട്ടു. 820-ലേറെ പേർക്ക് പരിക്കേറ്റു. സ്ഫോടനത്തിന് 19 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് ഇപ്പോൾ പുറത്തു വന്നത്.